പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ, അധികമായി സഭാപ്രസംഗകൻ എന്നത് ഏതു ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജിമയാണ്? ഉത്തരം കോഹേലെത്ത്. ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവുമാണ് എന്ന്. ഇതുവഴി സോളമനിലാണ് ഇതിൻ്റെ കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത്. പൊതുവായ അഭിപ്രായപ്രകാരം ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം BC 3-ാം നൂറ്റാണ്ടിൽ. പൊതുവായ അഭിപ്രായപ്രകാരം ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഏതോ യഹൂദ ചിന്തകൻ. ഏത് ചിന്താഗതിയുടെ സ്വാധീനമാണ് ഈ ഗ്രന്ഥത്തിലെ ചിന്താധാരകളിൽ പ്രകടമായിട്ടുള്ളത്? ഉത്തരം ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം. ഈ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ലാത്തത് എന്തുകൊണ്ട്? ഉത്തരം മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകളാണ് ഇതിലുള്ളത് എന്നതിനാൽ. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം എന്ന പ്രയോഗത്തിലൂടെ ഗ്രന്ഥകാരൻ എത്തുന്ന നിഗമനം എന്താണ്? ഉത്തരം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരൻ്റെ പര്യവേഷണങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിന് മുൻപുള്ള ഏതവസ്ഥയിലെ ഒരു കണ്ണിയായിട്ടാണ് സഭാപ്രസംഗകനെ ഗണിക്കുന്നത്? ഉത്തരം പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി. സഭാപ്രസംഗകൻ തൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. മിഥ്യകളിലെ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിലെ മിഥ്യ, അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം സഭാപ്രസംഗകൻ 1-ാം അധ്യായം 2-ാം വാക്യം. സൂര്യന് താഴെ മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗകൻ ഉന്നയിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം? തലമുറകളെയും ഭൂമിയെയും കുറിച്ച് വചനത്തിൽ എന്താണ് പറയുന്നത്? ഉത്തരം തലമുറകൾ വരുന്നു പോകുന്നു, എന്നാൽ ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യൻ്റെ ഉദയത്തെയും അസ്തമത്തെയും കുറിച്ച് സഭാപ്രസംഗകൻ 1-ാം അധ്യായം 5-ൽ എന്താണ് പറയുന്നത്? ഉത്തരം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു, അതിനുശേഷം അത് ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു. കാറ്റിൻ്റെ സഞ്ചാരത്തെ വചനത്തിൽ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? ഉത്തരം കാറ്റ് തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയിട്ടും സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്? ഉത്തരം നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല, ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. സഭാപ്രസംഗകൻ 1-ാം അധ്യായം 8 അനുസരിച്ച് മനുഷ്യന് വിവരിക്കാൻ അസാധ്യമായത് എന്താണ്? ഉത്തരം സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടമാണ്, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യമാണ്. സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം ഉണ്ടായതു തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുന്നു, സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് മനുഷ്യൻ്റെ ഓർമ്മയെപ്പറ്റി വചനം എന്തു പറയുന്നു? ഉത്തരം കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല, വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി ജ്ഞാനത്തോടെ ആരാഞ്ഞറിയുന്ന സഭാപ്രസംഗകൻ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്?
ഉത്തരം ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ പരിശ്രമിച്ച സഭാപ്രസംഗകൻ വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സഭാപ്രസംഗകൻ ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്രകാരമാണ് അന്വേഷിക്കാൻ പരിശ്രമിച്ചത്? ഉത്തരം ജ്ഞാനത്തോടെ. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെയുള്ളതാണെന്നാണ് സഭാപ്രസംഗകൻ വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ക്ലേശകരം. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും വീക്ഷിച്ചപ്പോൾ സഭാപ്രസംഗകന് തോന്നിയത് എന്താണ്? ഉത്തരം സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും മിഥ്യയും പാഴ്വേലയുമാണെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. മനുഷ്യന് മാറ്റാൻ കഴിയാത്തതായി വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏവ? ഉത്തരം വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും സാധിക്കുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യവുമാണ്. ജ്ഞാനവും അറിവും വർദ്ധിക്കുമ്പോൾ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്നാണ് വചനം ഉപസംഹരിക്കുന്നത്? ഉത്തരം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം ഏത്? ഉത്തരം സുഖഭോഗങ്ങൾ മിഥ്യ. സുഖഭോഗങ്ങളിൽ മുഴുകി അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിച്ചപ്പോൾ സഭാപ്രസംഗകന് എന്താണ് ബോധ്യപ്പെട്ടത്? ഉത്തരം സുഖഭോഗങ്ങളിൽ മുഴുകുന്നതും മിഥ്യയാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ചിരിയെക്കുറിച്ചും സുഖഭോഗങ്ങളെക്കുറിച്ചും സഭാപ്രസംഗകൻ്റെ വിലയിരുത്തൽ എന്തായിരുന്നു? ഉത്തരം ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നുമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. സഭാപ്രസംഗകൻ ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് നോക്കിയത്? ഉത്തരം വീഞ്ഞുകൊണ്ട്. സഭാപ്രസംഗകൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചത് എന്തറിയാനായിരുന്നു? ഉത്തരം മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടത് എന്തെന്നും അറിയാൻ. മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ചുരുങ്ങിയ ആയുസ് എന്ന്. ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവന് ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. ഈ വചനം ബൈബിളിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം സഭാപ്രസംഗകൻ 2-ാം അധ്യായം 3-ാം വാക്യം. സഭാപ്രസംഗകന് തനിക്ക് വേണ്ടി പണിതത് എന്താണ്? ഉത്തരം മാളികകൾ. സഭാപ്രസംഗകൻ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ താൻ നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങൾ. തോട്ടങ്ങളിൽ സഭാപ്രസംഗകൻ നട്ടുവളർത്തിയത് എന്തൊക്കെയാണ്? ഉത്തരം എല്ലാത്തരം ഫലവൃക്ഷങ്ങളും. തോട്ടം നനയ്ക്കാൻ വേണ്ടി സഭാപ്രസംഗകൻ എന്ത് ക്രമീകരണമാണ് ചെയ്തത്? ഉത്തരം കുളങ്ങൾ കുഴിച്ചു. തനിക്ക് ആരേക്കാൾ അധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം ജെറുസലേമിലെ തൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം. സഭാപ്രസംഗകൻ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അദ്ദേഹം എന്തൊക്കെ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്? ഉത്തരം സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡാഷും ഞാൻ സമ്പാദിച്ചു. ഉത്തരം സുഖഭോഗങ്ങളും. താൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്തപ്പോൾ സഭാപ്രസംഗകന് എന്ത് ബോധ്യമാണ് ഉണ്ടായത്? ഉത്തരം എല്ലാ മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. സഭാപ്രസംഗകന് 2-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് എന്തൊക്കെ അദ്ദേഹം വിവേചിച്ചു കാണാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്? ഉത്തരം ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും വിവേചിച്ചു കാണാൻ തുടങ്ങി.
ജ്ഞാനം എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ഉത്തരം ഭോഷത്വത്തെ. ജ്ഞാനിക്കും ഭോഷനും സംഭവിക്കുന്ന പൊതുവായ ഗതി എന്താണ്? ഉത്തരം ഇരുവർക്കും ഗതി ഒന്നു തന്നെയാണ്. ഭോഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഉത്തരം ഇരുട്ടിൽ. സഭാപ്രസംഗകൻ ജീവിതം വെറുക്കാൻ കാരണമെന്താണ്? ഉത്തരം സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യങ്ങളും വേദനാജനകമായതുകൊണ്ട്. സൂര്യന് കീഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സഭാപ്രസംഗകൻ്റെ വിലയിരുത്തൽ എന്താണ്? ഉത്തരം എല്ലാം മിഥ്യയും നിരർത്ഥകവുമത്രേ. സഭാപ്രസംഗകൻ താൻ ചെയ്ത എന്തിനെയാണ് വെറുത്തത്? ഉത്തരം സൂര്യന് കീഴെ താൻ ചെയ്ത അധ്വാനങ്ങളെല്ലാം. തൻ്റെ അധ്വാനങ്ങളെ വെറുക്കാൻ സഭാപ്രസംഗകനെ പ്രേരിപ്പിച്ച ചിന്ത എന്തായിരുന്നു? ഉത്തരം അധ്വാനത്തിൻ്റെ ഫലം തൻ്റെ പിൻഗാമിക്ക് വിട്ടുപോകേണ്ടിയിരിക്കുന്നു എന്ന ചിന്ത. ഒരുവൻ തൻ്റെ അധ്വാനത്തിനായി ഉപയോഗിച്ച 3 കാര്യങ്ങൾ ഏവ? ഉത്തരം ജ്ഞാനവും അറിവും സാമർഥ്യവും. താൻ അധ്വാനിച്ചുണ്ടാക്കിയവ ആർക്കാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്? ഉത്തരം അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന്. അധ്വാനിക്കാത്തവൻ തനിക്ക് കിട്ടുന്ന ആ സമ്പാദ്യം എന്ത് ചെയ്യും എന്നാണ് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം ആസ്വദിക്കും. ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരാൾക്ക് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നതിനെ സഭാപ്രസംഗകൻ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഉത്തരം ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. മനുഷ്യൻ്റെ ദിനങ്ങളും അധ്വാനവും എങ്ങനെയുള്ളതാണെന്നാണ് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതും അധ്വാനം ദുഃഖസങ്കുലവുമാണ്. രാത്രിയിൽ പോലും മനുഷ്യന് ലഭിക്കാത്തത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനസ്സിന് സ്വസ്ഥത. രാത്രിയിൽ മനസ്സിന് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയെ സഭാപ്രസംഗകൻ എങ്ങനെ വിലയിരുത്തുന്നു? ഉത്തരം ഇതും മിഥ്യ തന്നെ എന്ന്. മനുഷ്യന് ഏറ്റവും നല്ലതായി സഭാപ്രസംഗകൻ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത് ആരുടെ കൈകളിൽ നിന്നുള്ളതാണെന്നാണ് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത്? ഉത്തരം ദൈവകരങ്ങളിൽ നിന്ന്. രാത്രിയിൽ മനസ്സിന് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയെ സഭാപ്രസംഗകൻ എങ്ങനെ വിലയിരുത്തുന്നു? ഉത്തരം ഇതും മിഥ്യ തന്നെ എന്ന്. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യങ്ങൾക്കും എന്താണുള്ളത്? ഉത്തരം ഒരു സമയവും അവസരവും. ജനിക്കാനും മരിക്കാനും നടാനും നട്ടത് പറിക്കാനും ഓരോ കാലമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വാക്യം ഏത്? ഉത്തരം സഭാപ്രസംഗകൻ 3-ാം അധ്യായം 2-ാം വാക്യം. തകർക്കാനൊരു കാലം. ഇതിൻ്റെ തുടർച്ചയായി വചനത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം പണിതുയർത്താൻ ഒരു കാലം. കരയാൻ ഒരു കാലം ഉള്ളതുപോലെ മറ്റേതിനാണ് ഒരു കാലമുള്ളത്? ഉത്തരം ചിരിക്കാൻ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് മൗനം പാലിക്കാൻ ഒരു കാലം ഉള്ളതുപോലെ മറ്റെന്തിനാണ് കാലമുള്ളത്? ഉത്തരം സംസാരിക്കാൻ. സ്നേഹിക്കാനും ദ്വേഷിക്കാനും ഒടുവിൽ യുദ്ധത്തിനും ഓരോ കാലമുണ്ടെങ്കിൽ മറ്റെന്തിനാണ് ഒരു കാലമുള്ളത്? ഉത്തരം സമാധാനത്തിന്. ദൈവം സമസ്തവും അതതിൻ്റെ കാലത്ത് എങ്ങനെയുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്? ഉത്തരം ഭംഗിയായിരിക്കത്തക്ക വിധം. ദൈവം മനുഷ്യ മനസ്സിൽ എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? ഉത്തരം കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സവിശേഷതയായി സഭാപ്രസംഗകൻ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണ്. അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ല.
മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനായി ദൈവം എന്താണ് ചെയ്തത്? ഉത്തരം, തൻ്റെ പ്രവൃത്തികൾ ശാശ്വതമാക്കുകയും അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ സാധ്യമല്ലാത്ത വിധം ചെയ്യുകയും ചെയ്തു. സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും തിന്മ കുടികൊള്ളുന്നതായി കണ്ടത് എവിടെയാണ്? ഉത്തരം, നീതി പുലരേണ്ടിടത്ത്. ദൈവം നീതിമാനെയും ദുഷ്ടനെയും വിധിക്കും എന്ന് വിചാരിക്കാൻ കാരണമെന്ത്? ഉത്തരം, ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട്. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്ത് ചെയ്യുകയാണെന്നാണ് സഭാപ്രസംഗകൻ കരുതുന്നത്? ഉത്തരം, പരീക്ഷിക്കുകയാണെന്ന്. മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നാണെന്ന് പറയാൻ കാരണമായി വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഉത്തരം, ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു, എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത്. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 20 വാക്യമനുസരിച്ച് എല്ലാം എവിടെ നിന്നുണ്ടായി എങ്ങോട്ട് മടങ്ങുന്നു? ഉത്തരം, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ? ആർക്കറിയാം? അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം, സഭാപ്രസംഗകൻ 3-ാം അധ്യായം 21-ാം വാക്യം. ജീവിതത്തിൽ മനുഷ്യന് തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ കാരണമെന്ത്? ഉത്തരം, തനിക്കു ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആരും വീണ്ടും കൊണ്ടുവരില്ല എന്നതുകൊണ്ട്. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് സൂര്യന് കീഴെയുള്ള മർദ്ദനങ്ങളിൽ മർദ്ദിതരുടെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം, മർദ്ദിതരുടെ കണ്ണീരു കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു, ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്നവരെക്കാളും മരിച്ചുപോയവരെക്കാളും ഭാഗ്യവാന്മാർ ആരാണെന്നാണ് വചനം പറയുന്നത്? ഉത്തരം, ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും എന്തിൻ്റെ ഫലമാണെന്നാണ് സഭാപ്രസംഗകൻ ഗ്രഹിക്കുന്നത്? ഉത്തരം, മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന്. ഭോഷൻ കയ്യും കെട്ടിയിരുന്ന് ഡാഷ് ഇതിൻ്റെ ബാക്കി വചനം എന്താണ്? ഉത്തരം, ക്ഷയിക്കുന്നു. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമമായി വചനത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം, ഒരു പിടി സ്വസ്ഥത. പുത്രനോ സഹോദരനോ ആരും ഇല്ലാത്തവനും ധനം എത്രയായാലും മതിവരാത്തവനുമായ മനുഷ്യൻ്റെ അവസ്ഥയെ സഭാപ്രസംഗകൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം, മിഥ്യയും പരിതാപകരവും. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയാൻ കാരണമായി സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഉത്തരം, അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ അവൻ്റെ കാര്യം കഷ്ടമാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം, അവനെ താങ്ങാൻ ആരുമില്ലാത്തതുകൊണ്ട്. മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. അധ്യായവും വാക്യവും രേഖപ്പെടുത്തുക. ഉത്തരം, സഭാപ്രസംഗകൻ 4-ാം അധ്യായം 12-ാം വാക്യം. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ആരാണ്? ഉത്തരം, നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. സ്വന്തം രാജ്യത്ത് ദരിദ്രനായി ജനിച്ച ഒരുവന് എവിടെ നിന്ന് എവിടേക്കെത്താൻ കഴിഞ്ഞേക്കാം എന്നാണ് വചനം പറയുന്നത്? ഉത്തരം, കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക്. എണ്ണമില്ലാത്ത പ്രജകളുടെ അധിപനായിരുന്നിട്ടും പിന്നീട് വരുന്നവർക്ക് അവനിൽ എന്തു തോന്നുകയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം, പ്രീതി തോന്നുകയില്ല. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ളവനായിരിക്കണം? ഉത്തരം, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമമായി വചനത്തിൽ പറയുന്നത് എന്താണ്?
ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്ന് പറയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കണം. മനുഷ്യനിൽ ആകുലതയേറുമ്പോൾ എന്തുണ്ടാകും എന്നാണ് വചനത്തിൽ പറയുന്നത്? ഉത്തരം ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായി മാറും? ഉത്തരം മൂഢജൽപ്പനമായി. ദൈവത്തിന് നേർച്ച നേർന്നാൽ എന്ത് ചെയ്യരുത് എന്നാണ് സഭാപ്രസംഗകൻ വ്യക്തമാക്കുന്നത്? ഉത്തരം നിറവേറ്റാൻ താമസിക്കരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യാതിരിക്കാൻ എന്ത് സൂക്ഷിക്കണം? ഉത്തരം നിന്റെ അധരങ്ങൾ പാപത്തിലേക്ക് നയിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നതിനാൽ മനുഷ്യൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഉത്തരം ദൈവത്തെ ഭയപ്പെടണം. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വിസ്മയിക്കേണ്ടാത്തത് എന്തുകൊണ്ട്? ഉത്തരം മേലധികാരിയെ അവന് മുകളിലുള്ളവനും അവനെ അവന് മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് എന്നതുകൊണ്ട്. ദ്രവ്യാഗ്രഹിയുടെയും ധനം മോഹിക്കുന്നവൻ്റെയും സവിശേഷതയായി സഭാപ്രസംഗകൻ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവന് ധനം കൊണ്ട് തൃപ്തിയടയുകയില്ല. അമിത സമ്പാദ്യം ധനികൻ്റെ ഉറക്കം കെടുത്തുമ്പോൾ അധ്വാനിക്കുന്നവന് ലഭിക്കുന്നത് എന്താണ്? ഉത്തരം അവൻ ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ, അവന് സുഖനിദ്ര ലഭിക്കുന്നു. സൂര്യന് കീഴെ കണ്ട വലിയൊരു തിന്മയായി സഭാപ്രസംഗകൻ 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ വിവരിക്കുന്നത് എന്താണ്? ഉത്തരം ധനികൻ തൻ്റെ തന്നെ നാശത്തിനു മുതൽ സൂക്ഷിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ മനുഷ്യൻ എങ്ങനെയാണ് മടങ്ങിപ്പോകുന്നത്? ഉത്തരം നഗ്നനായി തന്നെ അവൻ പോകും, അവൻ്റെ പ്രയത്നഫലത്തിൽ ഒന്നും അവൻ കൊണ്ടുപോകുകയില്ല. ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗകൻ കണ്ടത് എന്താണ്? ഉത്തരം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നത്. സമ്പത്തും സമൃദ്ധിയും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് സന്തോഷം ലഭിക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ ദിനങ്ങളെക്കുറിച്ച് പര്യാകുലനല്ലാത്തത് എന്തുകൊണ്ട്? ഉത്തരം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നതുകൊണ്ട്. സൂര്യനു കീഴെ സഭാപ്രസംഗകൻ കണ്ട ദുർവഹമായ തിന്മ എന്താണ്? ഉത്തരം ഒരുവന് ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല, അന്യന് അവ അനുഭവിക്കുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്തൊക്കെയാണ്? ഉത്തരം സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. സമ്പത്തും ഐശ്വര്യവും നൽകിയിട്ടും ദൈവം അവന് നൽകാതെ പോയത് എന്താണ്? ഉത്തരം അവ അനുഭവിക്കാനുള്ള കഴിവ്. ധനികൻ സമ്പാദിച്ചവ ഒടുവിൽ അനുഭവിക്കുന്നത് ആരാണ്? ഉത്തരം അന്യൻ. തൻ്റെ സമ്പത്ത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയെ സഭാപ്രസംഗകൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ഇത് മിഥ്യയും തീവ്രവേദനയും ആണ്. 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നിട്ടും ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലുമോ ലഭിക്കാത്തവനേക്കാൾ ഭേദം എന്താണെന്നാണ് വചനം പറയുന്നത്? ഉത്തരം അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുകയായിരുന്നു എന്ന്. ചാപിള്ളയുടെ അവസ്ഥയെക്കുറിച്ച് സഭാപ്രസംഗകൻ 6-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നത് എന്താണ്? ഉത്തരം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല, എങ്കിലും അതിന് സ്വസ്ഥതയുണ്ട്.
മനുഷ്യൻ എത്ര വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഒടുവിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് എന്നാണ് വചനം ചോദിക്കുന്നത്. ഉത്തരം 2000 വർഷം. സഭാപ്രസംഗകൻ 6 അധ്യായം 7 വാക്യം അനുസരിച്ച് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എന്തിനാണ്, എങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? ഉത്തരം ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവൻ വിശപ്പടങ്ങുന്നില്ല. മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രൻ എന്തു നേട്ടം? ഈ ചോദ്യത്തിന് തൊട്ടു മുമ്പിലായി ജ്ഞാനിയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം ജ്ഞാനിക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത്? സങ്കല്പങ്ങളിൽ അലിയുന്നതിനേക്കാൾ നല്ലതായി വചനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഉത്തരം കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. മനുഷ്യൻ ആരാണെന്നും അവൻ എന്തിനാണ് കഴിവില്ലാത്തതെന്നും വ്യക്തമായി കഴിഞ്ഞു എന്നാണ് സഭാപ്രസംഗകൻ 6 അധ്യായം 10 വാക്യത്തിൽ പറയുന്നത്. ഉത്തരം തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്ന്. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണെന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഉത്തരം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യൻ്റെ ഹ്രസ്വ ജീവിതത്തെ വചനത്തിൽ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം നിഴൽ പോലെ കടന്നുപോകുന്ന വ്യർത്ഥമായ ജീവിതത്തോട്.